നമ്മൾ അത്രയും ദിവസം നീണ്ടു നിന്ന വലിയൊരു ദൗത്യത്തിന് പരിസമാപ്തി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നതും ഇതല്ല. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒരു പക്ഷേ വിദഗ്ധരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങളും അവരുടെ അനുമാനങ്ങളൊക്കെ തന്നെ മാനിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അർജുനെ ജീവനോടുകൂടി വീണ്ടെടുക്കാൻ സാധിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് നമ്മൾ മലയാളികൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലാവസ്ഥ പ്രതികൂലമാവുന്നൊരവസ്ഥ വന്നു. അതുപോലെ പുഴയിലെ ഒഴുക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഒന്നാം ഘട്ടത്തിലെ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നു. അതോടുകൂടി നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഡൈവർമാരെ ഇറങ്ങി പരിശോധന നടത്തുമ്പോൾ പോലും പരിമിതമായ രീതിയിൽ മാത്രമേ, കാരണം നദിക്ക് അടിയിലെ കാഴ്ചകൾ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. കാരണം വിസിബിലിറ്റിയിൽ വലിയ പ്രതിസന്ധികളുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഡ്രെഡ്ജറെങ്കിലും ഉപയോഗിച്ച് നദിയുടെ അടിയിൽ, കാരണം അത്ര വലിയ ഒരു മലയാണ് ഇടിഞ്ഞ് വീണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണും പാറയും ഒക്കെ തന്നെ നദിയുടെ അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നീക്കം ചെയ്താലാണ് ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ വാഹന ഭാഗങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു ആ ഒരു അനുമാനത്തിന് പുറത്താണ് പിന്നീട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നീണ്ട 72 ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് പിന്നീട് നമ്മൾക്ക് മണ്ണ് നീക്കി ഒരു ദിവസം 72ാമത്തെ ദിവസം രാവിലെ 11 മണിയോടെ ഇത്തരത്തിൽ അർജുൻ്റെ വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തി എന്നുള്ളൊരു സൂചന ജില്ലാ ഭരണകൂടത്തിന് ഡ്രഡ്ജിങ് കമ്പനി നൽകുന്നു. പിന്നീട് കൂടുതൽ സൗകര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാരണം മറ്റ് ടാങ്കർ അടക്കമുള്ള വാഹന ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് വിവിധ ഭാഗങ്ങളായി ലഭിക്കുമ്പോൾ അർജുൻ്റെ വാഹനം എങ്ങനെയെങ്കിലും നമുക്ക് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല അതിൽ അർജുൻ്റെ മൃതദേഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ക്യാബിനകത്ത് തകർന്ന് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ പോലും കുടുംബത്തിന് അന്ത്യക്രിയകൾ നടത്താനുള്ള ഒരവസരം പ്രകൃതി അവിടെ അവസാനമായി ഒരുക്കി വെച്ചു എന്നത് ഒരു യാദർച്ഛികത തന്നെയാവാം. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കാർവാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ നിന്ന് മറ്റ് നടപടികൾ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് കണ്ടറിഞ്ഞു. പിന്നീട് അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച സമയത്ത്, ലോറി ഉടമ മനാഫുമായി സംസാരിച്ച സമയത്ത് അവർക്ക് എത്രത്തോളം വൈകാരികമായ ആ ഒരു എടുപ്പം അർജുനുമായി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ തന്നെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും എന്തായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മിഷനെക്കുറിച്ചുള്ള ഓരോ പുരോഗതിയും അന്വേഷിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആ ഒരു തീവ്രത മനസ്സിലാവുന്നത്. എത്രത്തോളം ആളുകൾ അർജുനെ തങ്ങളുടെ ഒരു കുടുംബാംഗമായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ അർജുൻ ഏറ്റവും അവസാനം അർജുൻ്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക്, കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. വടകര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂളാഴിക്കുന്നിൽ അർജുൻ്റെ സഹപ്രവർത്തകർ, അർജുൻ്റെ സുഹൃത്തുക്കൾ, അർജുൻ്റെ നാട്ടുകാർ തങ്ങളാൽ കഴിയാവുന്ന എല്ലാ രീതിയിലും ഏറ്റവും ആദരപൂർവ്വം അർജുനുള്ള അന്ത്യയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി അവിടെ നിന്ന് കണ്ണാടിക്കൽ ബസാറിലെത്തും. കണ്ണാടിക്കൽ ബസാറിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമുണ്ട് അർജുൻ്റെ വീട്ടിലേക്ക്. ഇനി അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഒരു ജനകീയമായ തോതിലുള്ള ഒരു ജനകീയ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഒരു അന്ത്യയാത്ര കൂടി നടക്കും. പിന്നീട് താൻ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ആ വീട്ടിലേക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരനും ഭാര്യയും മകനും ഒക്കെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ചേതനയേറ്റ നിലയിൽ അർജുൻ വീട്ടിലേക്ക് അവസാനമായി എത്തും. ഒരുപക്ഷെ ആ ഒരു ജൂലൈ 16-ാം തീയതി അർജുൻ ഒരുപക്ഷെ അയാനൊക്കെ ഒരുപക്ഷെ അച്ഛൻ പുതിയ കളിപ്പാട്ടവുമായി എത്തിയേക്കും എന്നുള്ള ആഗ്രഹത്തോടൊക്കെ കൂടി നിന്നിരുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ പെട്ടെന്ന് തന്നെ എത്തും, ചിലപ്പോൾ ജൂലൈ 16-ന് വൈകിട്ടൊക്കെ തന്നെ വീട്ടിലേക്ക് ഓടിയെത്തും എന്നൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്ന അർജുനെ കണ്ടെത്തി എന്നുള്ള വാർത്ത നമ്മൾക്ക് മുന്നിലേക്ക് എത്തി കുറേ നേരം കഴിഞ്ഞിട്ട് ആ കളിപ്പാട്ടം നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മളെല്ലാവരും വീണ്ടും ഒന്ന് തകർന്നു പോയത്. അങ്ങനെയൊക്കെയുള്ള കാഴ്ച കാണേണ്ടി വന്നല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ച് പോലും നമ്മൾ നെഞ്ചുരുകി പറയേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾക്ക് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ അർജുൻ അവസാന യാത്രയാവുകയാണ്. വഴിയിലുടനീളം പലരും കാണാൻ വേണ്ടിയിട്ട്, അവസാനമായിട്ട് അർജുനെ കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ആ യാത്ര തുടരുകയാണ്.